ഇങ്ങടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇംഗ്ലീഷ് ഭാഷയിൽ എവിടെയാണ് ബിറ്റ്വീൻ ഇടുക, എവിടെയാണ് എമങ് ഇടുക? ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞു അല്ലേ, 2 പേർക്കിടയിലാണെങ്കിൽ ബിറ്റ്വീൻ, ഒരുപാട് പേർക്കിടയിലാണെങ്കിൽ എമങ് എന്നല്ലേ. 3 പേർക്കിടയിലാണെങ്കിൽ എന്താ? 3 പേർക്കിടയിൽ ബിറ്റ്വീൻ ഇടോ എമങ് ഇടോ? ചിലരോ ഇങ്ങനെ കോൺഫിഡൻസി പറയുണ്ടാവും, ഓ 3 പേരില്ലേ എമങ് എന്ന്. അല്ല, നമുക്ക് നോക്കാം. ഇപ്പോൾ 40 പേരുടെ ഇടയിലാണ് എനിക്ക് 1ാം സമ്മാനം കിട്ടിയത്. ഒത്തിരി പേരുണ്ട്, 40 പേരുണ്ട്. സോ ഐ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് എമങ് 40 എന്ന് പറയുന്നത് കറക്റ്റാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മേൻ്റെയും നടുവിലിരുന്നു. അപ്പോൾ ഐ സാറ്റ് ബിറ്റ്വീൻ മൈ പാരൻസ്. അച്ഛൻ അമ്മ 2 പേരുടെ ഇടയിൽ ഇരുന്നു എന്ന് പറയുന്നതിന് ബിറ്റ്വീൻ ഓക്കെയാണ്. പക്ഷേ ഈ കരാർ ഇന്ത്യ, ചൈന, ജപ്പാൻ ഇവർ തമ്മിലായിരുന്നു എന്ന് പറയുമ്പോഴോ, ദിസ് അഗ്രിമെന്റ് വാസ് ബിറ്റ്വീൻ ഇന്ത്യ, ചൈന ആൻഡ് ജപ്പാൻ ആണ്. അവിടെ ദിസ് അഗ്രിമെന്റ് വാസ് എമംഗ് ഇന്ത്യ, ചൈന, ജപ്പാൻ പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്തുകൊണ്ടറിയോ, വേർതിരിച്ച് നമുക്ക് അത് രാഷ്ട്രങ്ങളാവട്ടെ, സാധനങ്ങളാവട്ടെ, വ്യക്തികളാവട്ടെ, വേർതിരിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ ഇട്ടാൽ മതി. ഒരു എക്സാമ്പിളോടെ ടീച്ചർ പറയാം. ഉദാഹരണത്തിന് ദിസ് മണി വാസ് ഡിവൈഡഡ് എമംഗ് ദംസെൽസ് പറയാം. പക്ഷേ ദിസ് മണി വാസ് ഡിവൈഡഡ് ബിറ്റ്വീൻ നമ്മുടെ തോമസ് കുട്ടി, മഹാദേവൻ ആൻഡ് അപ്പുകുട്ടൻ. പിടികിട്ടിയ 3 പേരുടെയും പേരെടുത്ത് പറഞ്ഞു. ഇനിയും മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സൂപ്പർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇന്റർമീഡിയറ്റിനാണെങ്കിലോ 380 ടോപ്പിക്സ്. ഇനി അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. ഗ്രാമർ മാത്രം പഠിച്ചാൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അതിന് പ്രാക്ടീസ് തന്നെ വേണം. യു വെൽക്കം.